ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ബംഗാളി ഡിഷ് തയ്യാറാക്കാം. ബംഗാളി ഡിഷാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് നമ്മളുടെ ചോറിൻ്റെ കൂടെ തിന്നാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി വഴുതനങ്ങ ഇതേപോലെ റൗണ്ടായിട്ട് ഈ ഒരു വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു മീഡിയം സൈസിലെ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് മസാലയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു 2 ടീസ്പൂണോളമുള്ള മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം, ഈ മസാല ഒന്ന് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ മസാല നല്ല രീതിയിൽ ആ വഴുതനങ്ങയിലേക്കൊന്ന് തിരുമ്മി പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു വഴുതനങ്ങയില്ലേ, അത് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും അതിൻ്റെ 2 സൈഡും നല്ല രീതിയിലൊന്ന് മൂത്ത് റെഡിയായി വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു സൈഡ് ഒന്ന് മൂത്തു, അടുത്ത സൈഡ് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ 2 സൈഡും നല്ല രീതിയിലൊന്ന് കുക്കായി മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി ഇരിക്കുന്നത് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അതിനുശേഷം നമ്മൾ ഒരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഇതേപോലെ 1 കപ്പോളമുള്ള നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ ആ ഒരു കത്രികയുടെ ആ ഒരു ഫ്രൈ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്കൊന്ന് താളിച്ചിടണം. താളിച്ചിടാൻ വേണ്ടി ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇതൊരു ബംഗാളി ഡിഷ് അല്ലേ, അത് വെളിച്ചെണ്ണയിലല്ല, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളമുള്ള ചെറിയ ജീരകമില്ല, അതിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതേപോലെ തന്നെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, അതേപോലെ 2-3 ചെറിയുള്ളി ഇതേപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് മൂത്ത് വരുന്ന കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കളറിന് വേണ്ടി അതും കൂടെ ഒന്ന് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു മിക്സില്ലേ, അതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം സെർവ് ചെയ്യുന്ന ടൈമിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ആ ഒരു കത്രികയുടെ ആ ഒരു വറുത്തതിൻ്റെ ആ ഒരു ഇതൊക്കെ ആ തൈരിലേക്ക്, ആ ഒരു ടേസ്റ്റൊക്കെ തൈരിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ ചോറിലേക്ക് കൂടെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് തയ്യാറാക്കി നോക്കും. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഇതേപോലെ പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.